ഹലോ ഗൈസ്, കുറേ ദിവസം ഞാൻ നിർത്തിവെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് മുതൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ രാവിലത്തെ ദിനകൃത്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങാം. പല്ല് തേപ്പും കുളിയും കഴിഞ്ഞ് പുറത്തു വന്ന് നോക്കിയപ്പോ ആഹാ, നല്ല സുന്ദരമായ കാഴ്ച. ഈ വാലാട്ടി കാണിക്കണതൊന്നും അല്ല വേൻ. അഴിയിലിട്ട തുണി ആയിക്കോട്ടെ, ഇനിയിപ്പോ താഴത്തെ വെച്ച ചെരുപ്പ് ആയിക്കോട്ടെ, ഇനിയിപ്പോ അഥവാ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് കണ്ടാലും കടിച്ചോണ്ട് ഓടും. ഇപ്പൊ തന്നെ ചെരുപ്പിന്റെ പകുതി, ട്രൗസറിന്റെ വള്ളി എല്ലാം ഇവന്റെ പല്ല് കൊണ്ടുപോയി. ചെറിയ കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ് ഇവന്റെ കൂടെ 2 മിനിറ്റ് ചിരിച്ചും കളിച്ചങ്ങടി ഇരുന്നു. ചെറിയ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്ത് കൊടുക്കണ മാതിരി ഇവർക്ക് ഞാനൊരു പുകയും വെച്ചുകൊടുത്ത് ഇവനൊരു ഭാഗത്ത് ഇരുത്തി. ആദ്യം പറഞ്ഞ വഴിക്ക് പോകാനായിട്ട് ഞാൻ റെഡിയാവാൻ തുടങ്ങി. വെള്ളം നിർബന്ധമായും വേണ്ടൊന്നാണ്. എല്ലാം എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം. ഇവൻ കല്യാണത്തിന് പോവാണോ അത് എന്റെ കൂടെ വരുവാണോ ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പോയി ഗായ്സ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ബാബിൽ നിറയെ മസിലൊക്കെ വരാൻ വേണ്ടി ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ എക്സസൈസ് എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് എന്റെ ഫേവറേറ്റ് ആയിട്ട് പുഷപ്പടിയും കഴിഞ്ഞ് 2 പുള്ളപ്പടിയും കഴിഞ്ഞതിന് ശേഷം കയ്യിനൊക്കെ ഒരു വല്ലാത്ത സുഖം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. കുറച്ച് മെഷീൻസ് എല്ലാം ഒന്ന് ടച്ചപ്പ് ചെയ്ത് വിടുക. ലാസ്റ്റ് ഞങ്ങളുടെ വർക്കൗട്ടും കഴിഞ്ഞ് ബാക്കിയുള്ള ചേട്ടന്മാരെയും നോക്കി അവരെ പോലെ മസിലും പെരുപ്പിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് ഇറങ്ങി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോയത് നേരെ ഒരു ടീഷർട്ടും പാന്റും എടുക്കാനായിരുന്നു. ജിമ്മിൽ പോകുമ്പോഴും പാന്റും ഷർട്ടും ഇട്ട് പോകുന്ന കുറെ മണ്ടൻസ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഇവരെ പെടുത്തില്ല കേട്ടോ. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പെടുത്താം. പിന്നെ അടുത്തുള്ള ബാർബർ ചേട്ടന്റെ കയ്യിലങ്ങോട്ട് കൊടുത്തു. വേറെ ഒന്നിനും അല്ല, ഇവനെ ഒന്ന് വൃത്തിയാക്കി തരാൻ വേണ്ടിട്ടായിരുന്നു. ഇവനെ വൃത്തിയാക്കി പുറത്തിറങ്ങിയപ്പോ മഴയും കാറ്റും. ഞാനാണെങ്കിൽ കൊടയും എടുത്തില്ല, കോട്ടും എടുത്തില്ല. എങ്ങനെ ഇരിക്കണ്? ബാക്കി പിന്നെ ഒരു ദിവസം.